വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. തലേന്ന് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉറങ്ങിയണീറ്റപ്പോൾ മഴയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ കാണാൻ നല്ല രസമാണല്ലോ. ഞാൻ ജസ്റ്റ് പുറത്ത് സിറ്റൗട്ടിലൊക്കെ വന്ന് നോക്കിയതാണ്. അങ്ങനെ സിറ്റൗട്ടിൽ നോക്കിയപ്പോൾ ഉണ്ട് ഒരു തുമ്പി ഇങ്ങനെ കമിഴ്ന്ന് കിടക്കൂലേ, ഇങ്ങനെ അപ്പുറം മറിഞ്ഞ് കിടക്കുക, അങ്ങനെ കിടക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി ജീവൻ ഉണ്ടോയെന്ന് അറിയാൻ. അപ്പോൾ തൊട്ടപ്പോൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നേരാക്കി വെച്ച് കൊടുത്ത് പാറിപ്പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെ നേരാക്കിയിട്ട് പോകണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കണോണ്ടാണോ പോവാത്തതെന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പിന്നെ തിരിച്ച് റൂമിൽ വന്നിട്ട് ഇതാ കർട്ടനൊക്കെ നീക്കി ബെഡൊക്കെ ശരിക്കും വിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഇതാ ബ്രഷ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ബ്രഷ് ചെയ്യലും ബാക്കി റൊട്ടീൻസൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഡെസ്കിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നേരെ കിടന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ ആദ്യം അതൊക്കെ എടുത്ത് വെക്കുക ചെയ്യണത്. ആദ്യമൊക്കെ ഉണ്ടല്ലോ, ഞാൻ വീഡിയോയിലും പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എത്ര ലേറ്റായിട്ടാണ് എൻ്റെ പണി കഴിയണത് എന്നുണ്ടെങ്കിലും ഡെസ്ക് ഞാൻ മാക്സിമം വൃത്തിയാക്കിയിട്ട് ഒതുക്കി വെച്ചിട്ടാണ് കേട്ടോ ഉറങ്ങാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ചെയ്യാന്നുള്ള രീതിക്ക് അങ്ങനെ ആക്കി കിടക്കും. കാരണം ആദ്യം എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഡെസ്ക് നല്ല നീറ്റായിട്ട് കാണുമ്പം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു മോട്ടിവേഷനാണ്. പക്ഷേ ഇങ്ങനെയും ചെയ്യാം, അതായത് ഡെസ്ക് ക്ലീൻ ആക്കാണ്ട് അതേമാതിരി ഇട്ടിട്ട് ഉറങ്ങാം. എന്നിട്ട് പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഡെസ്ക് ആകെ മിസ്സായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അത് ക്ലീൻ ആക്കാൻ നിൽക്കും. കാരണം എൻ്റെ കാര്യം ഞാൻ ഡെസ്കുമെന്നാണ് എല്ലാം ചെയ്യലുള്ളത്. ചായ കുടിക്കലും ബാക്കി എന്താണെങ്കിലും എനിക്ക് ഈ ഡെസ്ക് ഇങ്ങോട്ട് ഫ്രീ ആവണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ക്ലീൻ ആക്കലും മസ്റ്റാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളങ്ങനെ ഒരു കാര്യമൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു മടി പോവും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് മെത്തേഡും ഫുൾ ക്ലീൻ ആക്കിയിട്ട് രാവിലെ എണീറ്റ് വരുമ്പോഴുള്ള ആ ഒരു അതും നമ്മൾ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ലാണ്ട് ഇങ്ങനെ മെസ്സായിട്ടുള്ള ഒരു ഡെസ്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ക്ലീൻ ആക്കി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും ആ ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ എന്തായാലും ഞാൻ ചായയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ നോട്ടിലൊന്ന് മാർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണ നോട്ട്ബുക്കാണ് കേട്ടോ. അപ്പോൾ അതിലതൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതാ ഫോണിലൊക്കെ നോക്കുകയാണ്. അങ്ങനെ അടുക്കളയ്ക്ക് വന്നപ്പോൾ അമ്മ ദോശയ്ക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില എന്നോട് പുറത്തുനിന്ന്, അതായത് ബാക്കിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ടിരാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ തലേന്ന് നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ എല്ലാ ഇലയിലും ചെടിയിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികളാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതാ ചട്നി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ദോശയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ദോശയ്ക്ക് ചട്നി ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ബാക്കി ദോശ ചുടാൻ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കറി റെഡി ആയതിൻ്റെ ശേഷം അതാ ഞാൻ ദോശയും കൂടെ ചുടാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത് കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഉഴുന്ന ദോശ. പക്ഷേ എനിക്ക് ചുടാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അതേപോലെ ഇതിന് മാവ് ഉണ്ടാക്കാനും നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം രാത്രിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് രാവിലെ അത് കറക്റ്റ് പെർമനൻ്റ് ആയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാനൊരു ക്യൂരിയോസിറ്റിയാണ്. ഈ ഉഴുന്ന ദോശ അല്ലെങ്കിൽ പത്തിരി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ അമ്മ ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്ക് എന്ത് പണി ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ചിലപ്പോൾ രാവിലെ ചിലപ്പോൾ എന്തെങ്കിലും പാക്ക് ചെയ്യാൻ അങ്ങനത്തെ വർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഫുൾ ഞാനാട്ടോ ചുടുക. കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണിത് ചുടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദോശയൊക്കെ ചുട്ടതിൻ്റെ ശേഷം എനിക്കുള്ളത് എടുത്തിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ അത്ര നേരത്തെ ഒന്നും കഴിക്കലില്ല കേട്ടോ. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്കൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകാനുണ്ട്, ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ നേരത്തെ പോകണം. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ലേറ്റായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരുന്ന കാര്യമൊക്കെ കണക്കേ, കാരണം കുറേ സമയം അവിടെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പോയാൽ നേരത്തെ വരാമല്ലോ എന്നുള്ളൊരു രീതിക്ക്. അപ്പോൾ ഒരു 8:15 എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാൻ ബാഗിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട്, അതായത് ഡോക്ടർ കാണിച്ച് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യാനും കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബുക്കും പിന്നെ എൻ്റെ പേഴ്സും അതൊക്കെയാണ് കേട്ടോ എടുക്കണത്.
അങ്ങനെ ഞാൻ അപ്പാൻ്റെ കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു സമയത്ത് ഇപ്പം പണിക്ക് പോവും, പിന്നെ ഞാനും വെറുതെ ഓട്ടോ ഒക്കെ കിട്ടാൻ പണി, അപ്പം നടന്ന് വെറുതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ എന്താ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ടോക്കൺ നമ്പർ ആവാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഞാൻ എന്തായാലും വെറുതെ ഒക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് പ്രിൻ്റ് ചെയ്യാനുള്ളത് കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഇരുന്നിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെയും കുറച്ച് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടറെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാൻ തിരിച്ച് എനിക്ക് സാധനം വാങ്ങാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനും വേണ്ടി പോവാണ്. കാര്യമായിട്ടൊരു ഹാമ്പർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ വാങ്ങാനുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു ഷീറ്റ് മാസ്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക്, അപ്പോൾ അത് നോക്കുകയാണ്. ഞാനങ്ങനെ ഷീറ്റ് മാസ്ക് ഒന്നും യൂസ് ചെയ്യലില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ വാങ്ങലുമില്ല. അപ്പോൾ കസ്റ്റമറിനുള്ളതായതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് നോക്കി എടുക്കുന്നുണ്ട്. കാരണം എനിക്കോ ഞാൻ വാങ്ങലില്ല, എന്നാൽ പിന്നെ കസ്റ്റമറിനെങ്കിലും വാങ്ങുമ്പോൾ നല്ല കുറച്ച് നേരം എടുത്ത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിന് എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ള ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടത് കുറച്ച് ഹെയർ ആക്സസറീസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ്. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് പിന്നെ കുറച്ച് ഫ്രെയിമും കൂടെ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ചല്ല, 2 എണ്ണം, ഒരു A6ഉം ഒരു മിനി ഫ്രെയിമും. അതും എടുത്തിട്ട് പിന്നെയും ഹാമ്പർക്ക് വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ട്, ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ഓർഡറിലാണ് വാങ്ങണത്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുപോകും, അതും കാര്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുപോകും. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വാങ്ങി അങ്ങനെ ഓരോന്ന് ഓർഡറിലാണ് കേട്ടോ എടുക്കണത്. പിന്നെ 2 മിനി ഫ്രെയിം പിന്നെയാണ് വന്ന് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നോക്കി എടുക്കണുണ്ട്. പിന്നെ ഇത് വേറൊരു നമ്മളൊരു ബ്രൗൺ ബോക്സിൽ ചെയ്യലുണ്ടല്ലോ, അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കുറച്ച് ഇയറിങ്സ്. അപ്പോൾ അതും ജുംക്കയാണ് കേട്ടോ ഒരു വേണമെന്ന് പറഞ്ഞു, കുഞ്ഞു ജുംക്ക. പക്ഷേ ജുംക്ക കുഞ്ഞേതാണെങ്കിൽ അത്യാവശ്യം റേറ്റ് വരുന്നതുകൊണ്ട് ഓരോ ബഡ്ജറ്റിൽ ഒതുങ്ങൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഞാനൊരു കുഞ്ഞു സ്റ്റഡാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഞാനിതിന് വേണ്ടിയിട്ടുള്ള ഹാമ്പേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കസ്റ്റമർ പറഞ്ഞ കളറും കാര്യമൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നേരെ അവിടെ നിന്ന് ബില്ല് ചെയ്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ്സും കൂടെ വാങ്ങാൻ വേണ്ടി വേറെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സും അതൊക്കെ വാങ്ങുകയാണ്. അങ്ങനെ അവിടെ നിന്നുള്ളൊരു ഇതെല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഒരു ഹാമ്പറിൽ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ, ഒരു 14 വയസ്സായിട്ടുള്ള ഗേളിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫാമിലിയിൽ വന്നതാണ്. കാരണം ഇവിടെ ആകുമ്പം അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. വേറെയും കുറേ ഷോപ്പുണ്ട് കളക്ഷനൊക്കെ നല്ലതുള്ളത്, പക്ഷെ ഇവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാ റേറ്റിലുള്ള സാധനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയ്യിലുള്ള കവറൊക്കെ വെച്ചതിൻ്റെ ശേഷം നേരെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷോർട്ട് ടോപ്സ് അല്ലെങ്കിൽ വെസ്റ്റേൺ വെയേഴ്സ് അങ്ങനെയൊക്കെയാണ്, ഷർട്ട് ടൈപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷർട്ടാണെന്നുണ്ടെങ്കിൽ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ, കുറേ വെറൈറ്റി. പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഉള്ളതിന് കുറച്ചൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എക്സ്ട്രാ സ്മോളാണ് സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുകളിൽ അത് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ കിഡ്സിൻ്റെ സെക്ഷനിൽ വന്നിട്ട് അവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി. അപ്പോൾ കിഡ്സിൻ്റെ എന്തോ എനിക്ക് കളക്ഷൻ തീരെ ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഞാൻ മുകൾക്ക് തന്നെ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ നോക്കാമെന്ന് കരുതി. അങ്ങനെ ഇതിൻ്റെ അടുക്ക് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഫോട്ടോ കസ്റ്റമറിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതും കൂടെ ഉണ്ട് കേട്ടോ, കാരണം അവർക്ക് ഇഷ്ടമായത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലത് ഇഷ്ടമാകുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് വെക്കൂല, 1000 രൂപേൻ്റെ താഴെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി എന്തായാലും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇഷ്ടമായാൽ എന്തെങ്കിലും കുഴപ്പമൊന്നെങ്കിൽ സൈസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ എന്തായാലും കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ഒരു ഡ്രസ്സ് അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ മെറ്റീരിയൽ കുറച്ച് സീത്രൂ ആയതുകൊണ്ട് തന്നെ അത് പിന്നെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ എന്തായാലും ലാസ്റ്റ് വേണ്ടാന്ന് തീരുമാനിച്ചു. ഒരു ഓൺലൈനായിട്ട് നോക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ, കാരണം ഡ്രസ്സല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ഇട്ടിട്ട് എന്തെങ്കിലും നമുക്ക് ഇടാൻ പറ്റാത്തത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അയച്ച് റിട്ടേൺ അങ്ങോട്ട് തന്നെ അയച്ചു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ ഓരോടനെ വാങ്ങാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ താഴെ എനിക്ക് സ്ക്രഞ്ചീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ വേണ്ടിയിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. സാറ്റിൻ തന്നെയാണ് കേട്ടോ എടുക്കണത്. ഒന്ന് ഈ ഒരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡും പിന്നെ ഒരു പിങ്കും അതൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ അത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ, മറ്റേതൊരു വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ബില്ല് ചെയ്തിട്ട് പിന്നെ തിരിച്ച് നേരെ വീട്ടിൽ തന്നെയാണ് പോയത്. സമയം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 2 മണി ഒക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരത്തെ, അതായത് ഒരു 12:30 1 മണിക്കൊക്കെ വീട്ടിലെത്തണമെന്ന് വിചാരിച്ചാണ് പോയത്. വീട്ടിലെത്തിയിട്ട് ആദ്യം തന്നെ ബാഗിലുള്ള സാധനങ്ങൾ ഫുൾ പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ, കുറേ ബില്ലും മരുന്നും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒക്കെ പുറത്ത് വെക്കുന്നുണ്ട്.
പിന്നെ ചിലപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. കാരണം എനിക്ക് പനിയും തൊണ്ടയ്ക്ക് ഒരു ചെറിയ തൊണ്ടവേദന അങ്ങനെയൊക്കെ ആയിട്ട് സുഖമല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാനും ഇത്ര ഡിലേ ആയത്. കാരണം സൗണ്ട് തീരെ വയ്യേനു. അപ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ പോയി ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. കാരണം നല്ല വിശക്കുണ്ടായിരുന്നു. രാവിലെ കുറച്ച് നേരത്തെ പോയതാണല്ലോ. പിന്നെ ഞാൻ പുറത്തുനിന്നും ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലേനു. അങ്ങനെ അതാ ചോറും മീനും ചമ്മന്തിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കണ്ടേ. സോയാബീൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ. ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വേറെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണമെന്നില്ല. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പിന്നെ എൻ്റെ റൂമിൽ നല്ല സൺലൈറ്റ് വരുന്ന ആ ഒരു സമയമായപ്പോൾ എനിക്ക് കുറച്ച് ക്യാൻഡിൽസിൻ്റെ ഫോട്ടോസ് എടുക്കാണ്ടായിരുന്നു. ഇതെനിക്കൊരു ഹാലോ വിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഞാൻ 2 ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ ആക്ച്വലി ക്യാൻഡിൽസ് ആണ് നിങ്ങൾക്ക് അറിയായിരുന്നു കേട്ടോ. കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു, പക്ഷേ എങ്ങനത്തതാ എന്താ ഫ്ലേവേഴ്സ് ചെയ്താൽ ഒന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു താങ്ക് യു കാർഡൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അവരെ പേജിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹാലോ വിക്ക് എന്നാണ് പേജിൻ്റെ പേര്. ഇൻസ്റ്റാ പേജാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലുള്ളത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്യാൻഡിലാണ് കേട്ടോ. നിങ്ങൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ വൈറ്റാണ് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവരെ പേജിൽ വേറെയും കുറേ കളർ കണ്ടപ്പോൾ വൈറ്റ് പിന്നെ എല്ലായിടത്തുനിന്നും കിട്ടുമല്ലോ. അപ്പോൾ ഈ കളർ അങ്ങനെ എപ്പോഴും അവൈലബിൾ ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു 3 ഷെയ്ഡിലാണ് കേട്ടോ ഒരു ചെയ്തിട്ടുള്ളത്. മുകളിൽ ഒരു, അതായത് പകുതിയിൽ കൂടുതൽ കുറച്ച് പിങ്കും താഴെ വേറെ 2 ഷെയ്ഡും കൂടെ കൊടുത്തിട്ട് നല്ല ക്യൂട്ടാണ് കേട്ടോ. അതിൻ്റെ ഭയങ്കര മിനിയുമാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ വരെ പേജിൽ 35 രൂപ തൊട്ട് ഇങ്ങനത്തെ ക്യാൻഡിൽസും കാര്യങ്ങളൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ്. ഈ ഒരു ഗ്ലാസ്സിൽ വരുന്ന ക്യാൻഡിൽസൊക്കെ 90 രൂപ തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. ഇതപ്പോൾ ഒരു മിനി ഗ്ലാസ് ക്യാൻഡിലാണ്. അപ്പോൾ ഞാനൊന്ന് കത്തിച്ച് നോക്കുന്നുണ്ട് സ്മെല്ല് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാൻ കാരണം എനിക്കങ്ങനെ പെർഫ്യൂം സ്പ്രേ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും തീരെ പറ്റാത്ത ആളാണ്. സ്മെല്ലിൻ്റെ കാര്യത്തിൽ ഭയങ്കര സെലക്റ്റീവാണ് കേട്ടോ ഞാൻ. എനിക്ക് പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലേ പറ്റുള്ളൂ കേട്ടോ. അത്രയും ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലേ എനിക്ക് പറ്റുള്ളൂ. അതും എല്ലാം ഒന്നും എനിക്ക് പറ്റൂല കേട്ടോ. ഞാനിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കി ഓക്കെയാണെന്ന് തോന്നണ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വല്ലാതെ യൂസ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഈ സെൻറ്റഡ് ക്യാൻഡിൽസ് ആണെങ്കിലും ഞാൻ കുറേ ഷോപ്പിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, സൂപ്പർ മാർക്കറ്റിലും അങ്ങനെയൊക്കെ. പക്ഷേ അതിൻ്റെ ഒന്നും സ്മെല്ല് എനിക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ ഒക്കെ ഒരു ഭയങ്കര കുത്തുന്ന സ്മെല്ല് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടതിന്. അതിൻ്റെ ശേഷമാണ് കേട്ടോ ഇത് എനിക്ക് ഈ ഒരു പേജിൽ നിന്ന് ഇങ്ങനെ അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്മെല്ല് എങ്ങനെ ഉണ്ടാവും, ഭയങ്കര കുത്തുന്ന സ്മെല്ലാവുമോ ഒന്നും അറിയില്ലല്ലോ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങണോണ്ട് തന്നെ. പക്ഷേ എനിക്കെല്ലാം പറ്റുന്ന സ്മെല്ല് തന്നെയാണ്. എല്ലാം നല്ലൊരു ലൈറ്റായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. ഇനിയുള്ളത് ഇത് അത്യാവശ്യം നല്ല സൈസ് വരുന്നൊരു ഗ്ലാസ് കണ്ടെയ്നറിലുള്ള ക്യാൻഡിൽ തന്നെയാണ്. ഇതും നമുക്ക് ഈ 2 ക്യാൻഡിലിനും അടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് അതിൻ്റെ സ്മെല്ല് പോകുന്നില്ല. ഇതിനൊപ്പം ഫ്രാഗ്രൻസ് ഏതാണെന്ന് ഈ ഒരു ജാറിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ലെമൺ ഗ്രാസ് ആണ്. ഇതേപോലത്തെ കുറേ ഫ്രാഗ്രൻസ് ലിസ്റ്റ് ഓരോരുത്തുണ്ട് കേട്ടോ, ഫ്ലേവേഴ്സ് ഓരോരുത്തുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറും സ്മെല്ലും നല്ല ലൈറ്റ് സ്മെല്ലാണ് കേട്ടോ. ഒരു ലെമണിൻ്റെയോ ഗ്രാസിൻ്റെയോ എനിക്കറിയില്ല, അങ്ങനെ എന്തൊക്കെയോ ഒരു സ്മെല്ല് ഇതിൽ എഴുതിയ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പേജിൽ ഫുൾ സെൻറ്റഡ് ക്യാൻഡിൽസ് ആണ് കേട്ടോ സെയിൽ ചെയ്യണത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോയ് വാക്സ് ആണ് യൂസ് ചെയ്യണത്. സോയ് വാക്സ് എന്ന് പറഞ്ഞാൽ അത് എക്കോ ഫ്രണ്ട്ലി ആണ്. അതായത് നമുക്ക് ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഓക്കെ ആണ് കേട്ടോ. അതിൻ്റെ ഫ്രാഗ്രൻസ് കൊണ്ടോ ഒന്നുകൊണ്ടും നമുക്കൊരു പ്രശ്നവും വരില്ല. അല്ലാണ്ട് ഇപ്പം നമ്മൾ നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങണതൊക്കെ ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലൊക്കെ ചിലപ്പോൾ നമുക്കത് കത്തിക്കുമ്പോൾ കിട്ടൂലേ. അത് പെരാഫിൻ വാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടൈപ്പ് വാക്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത്. അത് എക്കോ ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യണതും അത്ര സേഫ് അല്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണ ടൈപ്പ് ക്യാൻഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങാം. അപ്പോൾ ഇത് ഓർഡർ ചെയ്യേണ്ടതിൻ്റെ ഡീറ്റെയിൽസും അവരെ ഇൻസ്റ്റാ പേജും എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാ ത്രൂ ഓർഡർ ചെയ്താലും മതി. പിന്നെ ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പുതിയ ടൈപ്പ് ഹാമ്പേഴ്സും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെറൈറ്റി ടൈപ്പ് ക്യാൻഡിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഈ ഒരു തീമിനോട് മാച്ച് ആക്കിയിട്ടുള്ളത്. സോ എന്തായാലും ആവശ്യമുള്ളവർ ഒരു പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിന്ന് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈമിലുള്ളത് ഈ ഒരു ഹാമ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാമ്പർ, കാരണം പിങ്കാണ്, പക്ഷെ എന്നാലും വേറൊരു ടൈപ്പ് പിങ്ക് കേട്ടോ. പിങ്കും ഒരു പിങ്ക് പോലത്തെ ഗോൾഡനൊക്കെ വന്നിട്ടുള്ള നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഹാമ്പറും വാങ്ങിയിട്ടുണ്ട്. ഇത് കസ്റ്റമർ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫോട്ടോ കുറച്ച് അയച്ച്
അയച്ചെടുത്തപ്പം ഇത് മതി എന്ന് പറഞ്ഞതാണ്. ആ ഒരു പിങ്ക് ഞാൻ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഹാമ്പറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ കാണുന്ന മറ്റേ 2 ബോട്ടിൽസ് ഉണ്ടല്ലോ ഇത്. അതായത് ഇതിൽ ഒന്ന് വരുന്നത് ബോഡി വാഷും മറ്റേത് പെർഫ്യൂമുമാണ്, ബോഡി സ്പ്രേയുമാണ്. പിന്നെ അതാ കുറച്ചധികം ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു ഹാമ്പർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹാമ്പർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ എല്ലാം ഒരുമിച്ച് വാങ്ങിയെന്നുള്ളൂ. കാരണം 2 ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റ് വാങ്ങാനായിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് വാങ്ങുന്ന സമയത്ത് തന്നെ ആവശ്യമുള്ളതൊക്കെ വാങ്ങി വെച്ചു. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഈ ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ, ഒന്നും മിസ്സാവണ്ട, ഞാൻ അടുത്ത് തിന്നണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ അത്ര ചോക്ലേറ്റ് ഫാൻ അല്ലാത്തതുകൊണ്ട് തന്നെ പ്രശ്നമല്ല, അങ്ങനെ ഭയങ്കര ക്രേവിങ്സ് ഒന്നും വരില്ല കേട്ടോ ഇത് കാണുമ്പോൾ അങ്ങനെ കഴിക്കാനൊന്നും. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഷീറ്റ് മാസ്കും വേറെ കുറച്ച് ഐറ്റംസൊക്കെ. പിന്നെ അതല്ലാണ്ട് മിനി ഫ്രെയിമും A6 ഫ്രെയിമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തപ്പോൾ കാണിച്ചിട്ടില്ല, ഒരു കവറിലാക്കി അപ്പുറത്ത് വെച്ചതേനി. പിന്നെ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ തന്നെ. ഇതിപ്പോൾ അതാ കോർക്ക് ലൈറ്റ് ആണ്. ഇതും ഒരു ഹാമ്പറിൽ വെക്കാനുള്ളത് തന്നെയാണ്. അതും പിന്നെ 3x3 വരുന്നൊരു ഫ്രെയിമും പിന്നെ ഒരു കുഞ്ഞു ബൊക്കെ ചെയ്യാനുണ്ട്, അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസും അതൊക്കെയാണ്. പിന്നെ ആ ഒരു ജുംക്കക്ക് പകരം ഞാൻ ഈ ഒരു കുഞ്ഞു സ്റ്റഡാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും കസ്റ്റമർ സെലക്ട് ചെയ്തിട്ട് തന്നെ ഉള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ബൊക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള റോസും ഈ ഒരു ബർത്ത്ഡേ ടോപ്പറും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരണ്ടേ. അന്ന് പിന്നെ ഞാനൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഫോണിൽ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് വേറെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.